മധ്യപ്രദേശിൽ BSPയുമായുള്ള ധാരണ കോൺഗ്രസ് കൃത്യമായി വരച്ചു വെക്കുന്ന കാര്യം തന്നെയാണ്. 29-ൽ 4 ലോക്സഭാ സീറ്റുകൾ BSPക്ക് വിട്ടുകൊടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനമായിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് സജീവമായി തന്നെ BSPയെ സഹായിക്കാൻ കൂടി മധ്യപ്രദേശിൽ ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം BSPയുടെ വോട്ടുകൾ കോൺഗ്രസിലേക്കും കോൺഗ്രസിന്റെ വോട്ടുകൾ കൃത്യമായി മായാവതിയുടെ പാർട്ടിയിലേക്കും ലഭിക്കുന്ന രീതിയിലേക്ക് അവിടെ ചർച്ച പുനർഗമിക്കുകയാണ്. അത് വലിയ രീതിയിൽ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കും എന്ന് വ്യക്തമാണ്. മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യമുണ്ടാക്കാത്തത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കമൽനാഥ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിഗ്വിജയ് സിംഗിനെ പോലും ഈ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹം ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് മധ്യപ്രദേശിൽ വലിയ തിരിച്ചടിയായി. BJPക്ക് 166 സീറ്റുകളും കോൺഗ്രസിനാകട്ടെ 67 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. അങ്ങനെയായിരുന്നു കമൽനാഥിന് ഭരണം കിട്ടിയത്. എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യയും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരും പാർട്ടി വിട്ടതോടുകൂടിയാണ് മധ്യപ്രദേശിൽ സർക്കാർ നിലംപൊത്തിയത്. അതിനുശേഷമാണ് ശിവരാജ് സിംഗ് ചൗഹാൻ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത്. പക്ഷെ ഇക്കുറി ശിവരാജ് സിംഗ് ചൗഹാനെ പരിഗണിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശിവരാജ് സിംഗ് ചൗഹാന്റെ അനുകൂലികൾ മധ്യപ്രദേശിൽ അസ്വസ്ഥർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള ഇമേജ് തന്നെയാണ് മധ്യപ്രദേശിൽ വീണ്ടും BJP അധികാരത്തിലേക്ക് വരാൻ കാര്യം എന്നാണ് അവർ പറയുന്നത്. ഇതുപോലും കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ശിവരാജ് സിംഗ് ചൗഹാന്റെ തേരോട്ടമായിരുന്നു. ഇക്കുറി നരേന്ദ്രമോദി ഒരു രീതിയിലുള്ള ദാക്ഷിണ്യവും കാണിച്ചില്ല, അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. 3 സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇത്തരത്തിലുള്ള സമീപനമാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം എടുത്തത്. ഇതിനെതിരെ പ്രാദേശിക പാർട്ടി നേതൃത്വം രോക്ഷാകുലരായി ആദ്യമൊക്കെ ശ്രമിച്ചെങ്കിലും അതിനോട് വഴങ്ങാൻ BJP നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കിടിലം പണി കൊടുക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനമായിരിക്കുന്നത്. അതായത് 29 ലോക്സഭാ സീറ്റുകളിലും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി BJPക്ക് ലഭിക്കുന്ന രീതിയിലേക്കായിരിക്കും ശിവരാജ് സിംഗിന്റെ ആളുകൾ അതിനുവേണ്ടി കളത്തിലിറങ്ങുന്നത്. മോഹൻ യാദവിനെതിരെയുള്ള ഒരു വലിയ രീതിയിലുള്ള കടുത്ത പ്രയോഗം തന്നെ പ്രയോഗിച്ച് ശിവരാജ് സിംഗ് ചൗഹാൻ വീണ്ടും തന്റെ പ്രതാപം നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളും അതിനോടകം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്.